മലയാളത്തിൽ ഏറ്റവും കൂടുതൽ യാത്രാവിവരണങ്ങൾ എഴുതിയതാര്? ഉത്തരം എസ്.കെ. പൊറ്റക്കാട്. കുന്നത്ത് ഈശോ മത്തായിയുടെ തൂലിക നാമം? ഉത്തരം പാറപ്പുറത്ത്. വേങ്ങയിൽ കുഞ്ഞിരാമൻ നായർ അറിയപ്പെട്ടിരുന്ന പേര്? ഉത്തരം കേസരി. കേരളത്തിലെ ആദ്യത്തെ മിസ്റ്റിക് കവി എന്നറിയപ്പെടുന്നത്? ഉത്തരം ജി. ശങ്കരക്കുറുപ്പ്. തകഴിയുടെ ഏറ്റവും വലിയ നോവൽ? ഉത്തരം കയർ. മലയാളത്തിൽ മഹാകാവ്യമെഴുതിയ ഏക കവയത്രി? ഉത്തരം സിസ്റ്റർ മേരി ബനീഞ്ച. കുട്ടനാടിന്റെ ഇതിഹാസകാരൻ എന്നറിയപ്പെടുന്ന സാഹിത്യകാരൻ? ഉത്തരം തകഴി. ആദ്യമായി എഴുത്തച്ഛൻ പുരസ്കാരം നേടിയ നോവലിസ്റ്റ്? ഉത്തരം ശൂരനാട് കുഞ്ഞൻപിള്ള. ആരുടെ ആത്മകഥയാണ് തുടിക്കുന്ന താളുകൾ? ഉത്തരം ചങ്ങമ്പുഴ. ജെ. കോമള കേരള ധരണി എന്ന ഗാനം രചിച്ചത്? ഉത്തരം ബോധേശ്വരൻ. മലയാളത്തിലെ ആദ്യത്തെ ലക്ഷണമൊത്ത ഖണ്ഡകാവ്യം? ഉത്തരം വീണപൂവ്. ബന്ധുര കാഞ്ചന കൂട്ടിലാണെങ്കിലും ബന്ധനം ബന്ധനം തന്നെ പാരിൽ ആരുടേതാണ് ഈ വരികൾ? ഉത്തരം വള്ളത്തോൾ. കവിയുടെ കാൽപ്പാടുകൾ ആരുടെ ആത്മകഥയാണ്? ഉത്തരം പി. കുഞ്ഞിരാമൻ നായർ. ബദറുൽ മുനീർ എന്ന ഖണ്ഡകാവ്യം രചിച്ചതാർ? ഉത്തരം മൊയ്യീൻകുട്ടി വൈദ്യർ. വൃത്താന്ത പത്രപ്രവർത്തനം ആരുടെ കൃതിയാണ്? ഉത്തരം സ്വദേശാഭിമാനി കെ. രാമകൃഷ്ണപിള്ള. മലയാളത്തിലെ ആദ്യത്തെ അപസർപ്പക നോവൽ? ഉത്തരം ഭാസ്കര മേനോൻ. വേദശബ്ദരത്നാകരം എന്ന ബൈബിൾ നിഘണ്ടു രചിച്ചതാർ? ഉത്തരം ഡോക്ടർ ഡി ബാബു പോൾ. കേരളം വളരുന്നു എന്ന കവിത സമാഹാരം രചിച്ചത്? ഉത്തരം പാലാ നാരായണൻ നായർ. നന്ദനാർ എന്ന സാഹിത്യകാരന്റെ യഥാർത്ഥ പേര്? ഉത്തരം പി. സി. ഗോപാലൻ. കൊഴിഞ്ഞ ഇലകൾ ആരുടെ ആത്മകഥയാണ്? ഉത്തരം ജോസഫ് മുണ്ടശ്ശേരി. പുരാണിക് എൻസൈക്ലോപീഡിയയുടെ കർത്താവ്? ഉത്തരം വെട്ടം മാണി. കള്ളി ചെല്ലമ്മ എന്ന നോവൽ എഴുതിയത്? ഉത്തരം ജി. വിവേകാനന്ദൻ. ജ്ഞാനപ്പാന രചിച്ചത്? ഉത്തരം പൂന്താനം. നക്ഷത്രങ്ങളുടെ സ്നേഹഭാജനം എന്ന് വിശേഷിപ്പിക്കപ്പെട്ട കവി? ഉത്തരം ചങ്ങമ്പുഴ. ലീലാതിലകം എന്ന വ്യാകരണ ഗ്രന്ഥം രചിച്ചിരിക്കുന്നത് ഏത് ഭാഷയിൽ? ഉത്തരം സംസ്കൃതം. Please like and subscribe.